ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പുറമേ സോഫ്റ്റാണ്, കാമാണ്, പക്ഷേ ഉള്ളിൽ ഡീപ്പ് ഇൻറ്റൻസിറ്റി ഉള്ളവരാണ്. മറ്റുള്ളവരുടെ പെയിൻ ഈസിലി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല ഹൈ എമ്പതി നിങ്ങൾക്ക് ഉണ്ട്. സൈലൻ്റ് സ്ട്രെങ്ത് ഉള്ളവരാണ്. ഈഗോ ഒട്ടും ഇല്ലാത്തവരാണ്. പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് വളരെ സ്ട്രോങ് ആണ്. ഒരാളെ വിശ്വസിച്ചാൽ ജീവിതം വരെ കൊടുക്കും. ബിട്രയിൽ വന്ന എന്തായാലും നിങ്ങൾ കൊന്ന് തീർത്തിരിക്കും. വീക്ക്നെസ് ഓവർ സാക്രിഫൈസ് ആണ്. സെൽഫ് നെഗ്ലക്റ്റും കൂടുതലാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡീപ്പ് വിസ്ഡം പ്ലസ് ഇമോഷണൽ മെച്യൂരിറ്റി തന്നെയാണ്. 2025 റിലേഷൻഷിപ്പിൽ നല്ലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. അത് വിശ്വാസവഞ്ചന. അത് പ്രണയത്തിലും ഉണ്ടായിരുന്നു, ഫ്രണ്ട്ഷിപ്പിലും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നു. കരിയറിൽ ഒരു സ്ലോ പേസാണ്. അതും കാര്യമായിട്ട് ഇതായിട്ടുണ്ടാവില്ല, പക്ഷേ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവുള്ളൂ. മെൻ്റൽ ടയർഡ്നെസ് നന്നായിട്ടുണ്ടായിരുന്നു. അത് മാനസികമായിട്ട് നിങ്ങൾക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ വയ്യായ്മയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നിട്ടും അവരെന്താ ഇങ്ങനെ എന്നൊക്കെ വിചാരം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. 2025 അവസാനം ഇനി ഞാൻ ആദ്യം തന്നെ എന്നെ നോക്കും, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും എന്നുള്ള വിചാരത്തിലൊക്കെ വരും. പലപ്പോഴും അത് ഉണ്ടാവില്ല, പക്ഷെ ആ വിചാരത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ജനുവരി മാസത്തിൽ ഇമോഷണലി ഒരു ഹെവിനെസ് എന്തായാലും ഉണ്ടാവും. ഭയങ്കര വെയിറ്റ് പോലെ തോന്നും. ഈ പഴയ മെമ്മറീസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റർബ് ചെയ്യും. കരിയറിലും പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു അഡ്വൈസ് പറയണമെങ്കിൽ ഒരുപാട് ടൂ മച്ചായിട്ട് ഐസൊലേറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യരുത്. ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. എന്തായാലും ഫെബ്രുവരി മാസത്തിൽ മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും സ്റ്റാർട്ടാവും. ആളുടെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പേഴ്സൻ്റേജ് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അത് സപ്പോർട്ട് കിട്ടും, അത് കുറച്ച് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റി തോട്ട്സൊക്കെ എന്തായാലും ഉണ്ടാവും. ഒരു ഹോപ്പ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. മാർച്ച് മാസത്തിൽ കരിയറിൽ ഡിസിഷൻ എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ട്രൂത്ത് എന്തായാലും റിവീൽ ചെയ്യും. ഇമോഷണലി നല്ല റിലീസാവും. പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ കുറച്ച് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഏപ്രിൽ മാസത്തിൽ ജോബ് അല്ലെങ്കിൽ വർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. റെക്കഗ്നീഷൻ എന്തായാലും മെല്ലെ വരുള്ളൂ. എന്തായാലും ഏപ്രിലിൽ അതിൻ്റെ ഒരു സൂചന എന്തായാലും കാണും. ഫിനാൻഷ്യലി കൺട്രോൾ എന്തായാലും ഇമ്പ്രൂവ് ആവും. സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. മെയ് മാസത്തിൽ ഒരു പോസിറ്റീവ് എനർജി മന്ത് തന്നെയാണ്. ഇത്രയും കാലമില്ലാത്തൊരു സമാധാനം, പോസിറ്റീവ് തിങ്കിങ് എല്ലാം നിങ്ങൾക്കൊരു ഇതൊന്നും കൊണ്ട് നേരത്തെ ഞാൻ ചെയ്തില്ല എന്നുള്ള ഒരു വിചാരമൊക്കെ ആ മാസത്തിൽ നല്ല രീതിയിൽ ഉണ്ടാവും. ന്യൂ കണക്ഷൻസ് വരും. സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചമുണ്ടാവും. ഇമോഷണലി നല്ല വാംത്തായിരിക്കും. ജൂൺ മാസത്തിൽ ട്രാവൽ റീലൊക്കേഷൻ ചാൻസ് നല്ല ഉണ്ട്. കരിയറിൽ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് ഇൻക്രീസ് ആവും. അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അതിലൂടെ നിങ്ങൾ എന്തായാലും വളരും. അതുകൊണ്ട് ബാലൻസ് ചെയ്യണമെല്ലാം. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല അഭികാമ്യം. ജൂലൈ മാസത്തിൽ റിലേഷൻഷിപ്പിൽ നല്ല ക്ലാരിറ്റി വരും. കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാനൊക്കെ എന്തായാലും തുടങ്ങും. ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഹൃദയപരമായിട്ട് കുറച്ച് സെറ്റിൽ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഓഗസ്റ്റ് മാസത്തിൽ സ്ട്രോങ് കരിയർ ഗ്രോത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നത്. അതോറിറ്റീൻ്റെ ഒരു ബഹുമാനമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. ഇൻകം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു പവർ, അധികാരമൊക്കെ കിട്ടിയ ഒരു മാസം തന്നെയാണ് ഓഗസ്റ്റ് മാസം. സെപ്റ്റംബറിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് കാണുന്നുണ്ട്. അതും കൊണ്ട് അധികം ഒന്നും ചിലവാക്കാണ്ടിരിക്കുക. ഉള്ള പൈസ എല്ലാം പോവാൻ സാധ്യതയും അത് കടം വാങ്ങേണ്ട അവസ്ഥയിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈസ ശേഖരിച്ച് തന്നെ വെക്കുക. ആരുടെ അടുത്തും കടം ചോദിക്കരുത്. നിങ്ങൾ വീട്ടാൻ എന്തായാലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ആരോഗ്യത്തിനും നിങ്ങൾ നല്ല രീതിയിൽ കെയർ എന്തായാലും കൊടുക്കേണ്ടി വരും. വീണ്ടും ഓവർ തിങ്കിങ് നല്ല രീതിയിൽ റിട്ടേൺസ് വരും. എല്ലാം വീണ്ടും സ്ലോ ആവാനും സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ എങ്ങനെയായിരിക്കണം അതേപടി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒക്ടോബർ മാസത്തിൽ ആ ഒരു ഡെസ്റ്റിനി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അതിലൊരു തുടക്കം നിങ്ങൾ കുറിക്കും. റിലേഷൻഷിപ്പിൽ കുറച്ച് സ്റ്റേബിൾ ആവും. കല്യാണത്തിനെ പറ്റി സംസാരവും നല്ല രീതിയിൽ തന്നെ നടക്കും. അതിനെപ്പറ്റി അന്വേഷണവും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ളൊരു മന്ത് തന്നെയാണ് ഒക്ടോബർ. നവംബർ മാസത്തിൽ സക്സസ്സും സാറ്റിസ്ഫിക്കേഷനും ഒരുമിച്ചുണ്ടാവും. മെൻ്റൽ പീസ് എന്തായാലും ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. നല്ലൊരു റിവാർഡ് കിട്ടണ മാസം കൂടിയാണ്. ഡിസംബർ മാസം കാമായിട്ടുള്ളൊരു എൻഡാണ്.
ഇമോഷണലി ഹീലിംഗ് കംപ്ലീറ്റ് ആവും. ഭാവിയെ പറ്റിയിട്ട് ഒരു നല്ലൊരു കോൺഫിഡൻസ് എന്തായാലും നിങ്ങൾക്ക് വരികയും ചെയ്യും. കരിയർ, ജോബ്, ബിസിനസ് ഒക്കെ നോക്കുക 2026 ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രോത്ത് സ്റ്റേജ് കാണുന്ന ഏപ്രിലിൽ തന്നെയാണ്. ഓഗസ്റ്റ് നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ബെസ്റ്റുമാണ്, എന്നാൽ നല്ല മോശം മാസവുമാണ്. സർവീസ് ബിസിനസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ടൈമാണ്. ഫോറിൻ ചാൻസ് ഒക്കെ നല്ല രീതിയിൽ കണ്ട് ജൂണിലും ഒക്ടോബറിലുമാണ് ഈ ചാൻസ് കാണുന്നത്. അതിൻ്റെ ഇടയിലുള്ള മാസത്തിലും ചെറിയ സാധ്യത കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ഹാഫിൽ ചെറിയ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. സെക്കൻഡ് ഹാഫിൽ സ്റ്റേബിൾ ആയിരിക്കും, മെച്യൂർ ബോണ്ട് തന്നെയായിരിക്കും. കല്യാണം കൂടുതലും നടക്കുന്നത് ഒക്ടോബർ 2026 ശേഷമായിരിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ 2027 നോക്കിയാൽ മതി. ഫൈനാൻസ് സ്ലോ ആണ്, പക്ഷേ സ്റ്റഡി ഗ്രോത്ത് ആണ്. ഒരിക്കലും ജൂലൈയിൽ നിങ്ങൾ ലോൺ എടുക്കരുത്. ആഗസ്റ്റിന് ശേഷമാണ് സേവിങ്സ് എന്തായാലും ഇൻക്രീസ് ആവുള്ളൂ. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരോഗ്യപരമായിട്ട് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂ നേരത്തെ ഉള്ള പോലെ തന്നെ വീണ്ടും ഇപ്പോൾ കണ്ടിന്യൂ ആദ്യത്തെ മാസം വരെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മെയ് മാസത്തിന് ശേഷമാണ് ശരിക്കും അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യുന്നതും നല്ലതായിരിക്കും. എല്ലാ വ്യാഴാഴ്ചയും ഒരു ലൈറ്റ് യെല്ലോ ഡ്രസ്സോ അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സോ ഇടുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനും നോ പറയാൻ പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം, നല്ല കാര്യം.